ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞ് അതിനുശേഷം ഉണ്ടായിട്ടുള്ള ജമ്മു കാശ്മീർ എന്ന് പറയുന്ന ഒരു രാജ്യം അല്ലെങ്കിൽ ഒരു സംസ്ഥാനം വളരെ ശാന്തമായിട്ട് ടൂറിസം മേഖലയിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് തങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ പുരോഗതി കൈവരിച്ചു കൊണ്ടുവരുന്ന ഒരു സാഹചര്യമായിരുന്നു. ഏറെക്കുറെ സമാധാനപരമായിട്ടുള്ള ഒരു സ്ഥിതിഗതിയായിരുന്നു റീസെന്റ് ഉണ്ടായിട്ടുള്ളത്. 370 हट गया, उससे पहले और अब में कितना बदलाव है? जिस तरह से 370 आपको इम्पैक्ट करता है या जिस तरह से मुझे आई एम फ्रॉम देयर, मेरी फैमिली वहाँ, मेरा घर वहाँ है और मैं पिछले 30 साल का हाइंडसाइट मेरे पास है, पहले क्या था अब क्या। तो हमने जैसे सोचा 370 के बारे में, हमें लगता था कि यही शायद एक हमारी चीज है जो हमें प्रोटेक्ट कर रही है, हमारी दवाई यही है, जबकि हमें नहीं पता था कि हमारा जहर यही है। ये बड़ा एक पजलिंग स्टोरी और पजलिंग क्वेश्चन मेरे लिए है कि पिछले 4 साल से कैसे इतना सब कुछ ठीक हो गया, कि वो स्टोन पेल्टिंग जो वहाँ इतनी होती थी वो कैसे खत्म हो गई। पिछले 30 सालों में कश्मीरियों ने करीब 2000 दिन हड़ताल देखी, which roughly translates to 6 साल। और ये 6 साल जो हड़ताल देखी, इसका जो सबसे बड़ा इम्पैक्ट है वो वहाँ के यूथ पे पड़ा, खासकर स्टूडेंट्स पे। और फिर आप देखो पिछले 4 साल से something has suddenly changed। G20 हो पाया इस साल, पिछले 4 साल में कोई हड़ताल नहीं हुई है, कोविड को छोड़ दीजिए। इस चीज को आप कैसे अंडरमाइन करोगे, कैसे इग्नोर करोगे कि कितनी बड़ी चेंज। അപ്പൊ ഈ ഒരു വിഷയത്തെ വളരെയധികം ഭയപ്പാട് എങ്ങനെയാ വരുന്നത്? അങ്ങനെ ഒരു സമാധാനപരമായിട്ടുള്ള ഒരു ഏരിയ അവിടെ ഉണ്ടായി കഴിഞ്ഞാൽ, ഒരു ജനത അവിടെ ഉണ്ടായി കഴിഞ്ഞാൽ, ജമ്മു കാശ്മീർ എന്ന് പറയുന്ന പ്രദേശം കംപ്ലീറ്റ്ലി ഇന്ത്യയുടേതായിട്ടുള്ള മാറാൻ പിന്നീട് കൂടുതലൊന്നും റിസ്ക് എടുക്കേണ്ടതായിട്ട് വരത്തില്ല. ആർട്ടിക്കിൾ 370 മുന്നേ ഉണ്ടായിരുന്ന ഒരു സ്ഥിതിഗതി എന്ന് പറയുന്നത്, ആർട്ടിക്കിൾ 370 എന്ത് വില കൊടുത്തും സംരക്ഷിക്കപ്പെടേണ്ട ഒരു സാഹചര്യമാണ്, സംരക്ഷിക്കപ്പെടേണ്ട ഒരു സാധനമാണ് എന്നുള്ളതും, അല്ലെ അത് എന്ത് വില കൊടുത്തും നമ്മൾ പ്രൊട്ടക്ട് ചെയ്യപ്പെടണം. അത് നമ്മുടെ രാജ്യത്തിനും അതുപോലെ തന്നെ നമ്മുടെ റിലീജിയൻ ബേസ്ഡ് ആയിട്ടും, അതുപോലെ തന്നെ ജമ്മു കാശ്മീരിന്റെയും പാകിസ്ഥാന്റെയും അല്ലെങ്കിൽ ഇന്ത്യയുടെയും ഇടയിലുള്ള നമുക്ക് പ്രൊട്ടക്ട് തരുന്ന ഒരു സാധനമാണ് എന്ന രൂപത്തിലുള്ള ഒരു വല്ലാത്തൊരു ബ്രെയിൻ വാഷ്ഡ് ആയിട്ടുള്ള കുറച്ച് സമയങ്ങളായിരുന്നു ആ 370 എടുത്തു കളയുന്നതിന് മുന്നേ ഉണ്ടായിരുന്നു. രാഷ്ട്രീയപരമായിട്ട് അതിനെ ഉപയോഗിച്ച ഒരുപാട് ആളുകളുണ്ട്. തങ്ങളുടേതായിട്ടുള്ള പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ള പല പാർട്ടീസ് അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ബേസ് ചെയ്തിട്ട് തീവ്രമായിട്ടുള്ള പല കാര്യങ്ങളും അവിടെ അരങ്ങേറി. അപ്പൊ ആർട്ടിക്കിൾ 370 എടുത്ത് കളഞ്ഞതിന് ശേഷം ഈ ഒരു സമാധാനപരമായിട്ടുള്ള ഒരു സിറ്റുവേഷനെ അംഗീകരിക്കാത്ത, അല്ലെങ്കിൽ ആ സമാധാനപരമായിട്ടുള്ള ഒരു സാഹചര്യത്തെ ഭയപ്പാടോടുകൂടി നോക്കിക്കണ്ട പാകിസ്ഥാൻ ചാര സംഘടനകളും അല്ലെങ്കിൽ പാകിസ്ഥാൻ തന്നെ ഈ ഒരു വിഷയത്തിൽ എങ്ങനെയെങ്കിലും ഇന്ത്യയുടെ ജമ്മു കാശ്മീരിന്റെ സമാധാനം തകർക്കണം, അതിന് വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു ഈ പറയുന്ന പെഹൽഗാം അറ്റാക്ക് എന്ന് പറയുന്നത്. അപ്പൊ ആ പെഹൽഗാം അറ്റാക്കിന്റെ ഈ പ്ലാനിങ്ങിനെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ് ഇന്നത്തെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും നമസ്കാരം, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു വിഷയം, പല ആളുകളുടെ മനസ്സിലും ഈ ഒരു വിഷയം ഉണ്ടാവും. എന്താണ് സത്യത്തിൽ സംഭവിച്ചത്, പെഹൽഗാമിൽ സംഭവിച്ചത് എന്താണ്? വളരെ ഞെട്ടിക്കുന്ന കാര്യങ്ങളായിരുന്നു സംഭവിച്ചത്. ഏകദേശം നമ്മുടെ 28ഓളം വരുന്ന സഹോദരങ്ങൾ കൊല്ലപ്പെടുകയുണ്ടായി. വളരെ ദുഃഖകരമായിട്ടുള്ളൊരു സാഹചര്യം അവിടെ സംഭവിച്ചു. ചർച്ചകൾ പല വിധേനയും പല രൂപത്തിൽ ചർച്ചകളും നമ്മുടെ ഇടയിലോട്ട് വന്നു. പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ കാണാനിടയായി, സോഷ്യൽ മീഡിയകളിലൂടെ നമ്മൾ പല രൂപത്തിലുള്ള കോൺട്രവേഴ്സി ചർച്ചകൾ നമ്മൾ കാണാൻ, മീഡിയാസ് ആയിക്കോട്ടെ, നമ്മുടെ സോഷ്യൽ മീഡിയകളായിക്കോട്ടെ, മറ്റു തരത്തിലുള്ള നമ്മളിലോട്ട് കാര്യങ്ങൾ എത്തുന്ന രൂപം ഡിഫറെന്റ് വേലായിരുന്നു. ഹിന്ദു മുസ്ലിം എന്ന് പറയുന്ന കോൺട്രവേഴ്സി വന്നു, പാകിസ്ഥാൻ ഇന്ത്യ എന്ന് പറയുന്ന കോൺട്രവേഴ്സി വന്നു. അതുപോലെ തന്നെ മറ്റു തരങ്ങളിലോട്ട് രാഷ്ട്രീയപരമായിട്ടുള്ള ചർച്ചകളിലോട്ട് ഇത്തരം കാര്യങ്ങൾ കടന്നു. അപ്പൊ എല്ലാം കൂടി നമ്മൾ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ എന്റെ വീഡിയോയുടെ ആംഗിൾ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിട്ടുള്ള ആംഗിളാണ്. ആ ആംഗിളിലോട്ടാണ് നിങ്ങളെ ക്ഷണിക്കുന്നത്. അതായത് അവരെന്താണ് ഉദ്ദേശിച്ചിരുന്നത്, അതായത് ഈ തീവ്രവാദികൾ വന്ന് നമ്മുടെ നാട്ടിൽ വന്ന് നമ്മുടെ സഹോദരങ്ങളെ കൊല ചെയ്തതിന്റെ ഒരു ബേസ്, അവർ ഉദ്ദേശിച്ച കാര്യം എന്താണ്, അത് ശരിക്കും ഇവിടെ നടപ്പാകുന്നുണ്ടോ എന്നതിനെ കുറിച്ചിട്ടാണ് ഒരു ചർച്ച നമ്മൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിന് ഉദാഹരണമായിട്ട് നമ്മൾ റീസെന്റ് നടന്നിട്ടുള്ള ഒരു കാര്യം കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞു ആർട്ടിക്കിൾ 370 ഹട്ട് ചെയ്യാം. ആർട്ടിക്കിൾ 370 നമ്മുടെ കാശ്മീരിൽ നിന്ന് എടുത്തു കളഞ്ഞതിന് ശേഷം കാശ്മീരിൽ ഉണ്ടായിട്ടുള്ള സമാധാനപരമായിട്ടുള്ള ഒരു ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞതിന് ശേഷം കാശ്മീരിലോട്ട് കൂടുതലായിട്ട് വിനോദസഞ്ചാരികൾ അല്ലെങ്കിൽ കൂടുതലായിട്ട് ടൂറിസം മേഖല വളർന്നു വരികയാണ്. അപ്പൊ ആ കാശ്മീരിന്റെ മനോഹാരിത പരിചയപ്പെടുത്തുന്ന പല വീഡിയോസ് ഇപ്പം നമ്മൾ PT ഉസ്താദ് ഒക്കെ പറയുന്ന കഥ പറയാമെന്ന് പറയുന്ന അദ്ദേഹമൊക്കെ വളരെ ഭംഗിയായിട്ട് നമ്മളിലോട്ട് അവതരിപ്പിച്ചു തരുന്നുണ്ട്. എങ്ങനെ പുലരുന്നു,
മഞ്ഞു പുതച്ച ചിരി ഗ്രാമത്തിൻ്റെ കഥ പറയാം. കാശ്മീരിലെ അനന്ത്നാഗിലാണ് ചിരി എന്ന ഉൾഗ്രാമം. അപ്പൊ ഇതൊക്കെ കാണാനും ഇതൊക്കെ അനുഭവിക്കാനും ഈ ഒരു നമ്മുടെ രാജ്യത്തിന്റെ ഭംഗിയെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് കാശ്മീരിലോട്ട് കൂടുതലായിട്ട് ബിഫോർ 370 എടുത്തു കളയുന്നതിനെക്കാട്ട് മുമ്പത്തെ സ്ഥിതിഗതിയേക്കാളും ഇപ്പോൾ ഇത്തെ സാഹചര്യത്തിൽ ഈ ഒരു 4 വർഷത്തെ ഈ ഒരു സാഹചര്യത്തിൽ കൂടുതലായിട്ട് ആളുകൾ വിനോദത്തിന് വേണ്ടി അല്ലെങ്കിൽ ഈ പറയുന്ന ടൂറിസം മേഖലയിലോട്ട് അങ്ങോട്ട് പോവുകയാണ്. അവിടെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ജനത അല്ലെങ്കിൽ വരുമാന മാർഗമായിട്ട് സ്വീകരിച്ചിട്ടുള്ള ഒരു ജനതയാണ് പിന്നീട് കാശ്മീരിൽ വളർന്നു വരുന്നത്. ഇപ്പൊ ടൂറിസം മേഖലയെ വളരെയധികം അവർ ആത്മാർത്ഥമായിട്ട് ഏറ്റെടുത്തുകൊണ്ട് ആ ഒരു മേഖലയിൽ കൂടുതലായിട്ട് സമാധാനപരമായിട്ടുള്ള വരുമാനം കണ്ടെത്തുന്ന ഒരു സാഹചര്യം വളർന്നു വന്നതിനെ അസൂയാവഹമായിട്ട് നോക്കിക്കാണുന്ന ഒരു സമൂഹം അവരുടെ ഇടയിൽ തന്നെ ഉണ്ടായിരുന്നു. കാരണം ഈ ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞതിനെ പ്രകോപനപരമായിട്ട് അല്ലെങ്കിൽ അത് തങ്ങളുടെ മൗലികാവകാശമാണെന്നും അല്ലെങ്കിൽ അത് തങ്ങൾക്ക് ഒരിക്കലും അത് പ്രൊട്ടക്റ്റീവായിട്ട് നിൽക്കേണ്ട എല്ലാ കാലത്തും അങ്ങനെ തന്നെ പ്രൊട്ടക്റ്റീവായിട്ട് നിൽക്കേണ്ട ഒരു സാഹചര്യം ആണെന്നൊക്കെ തെറ്റിദ്ധരിപ്പിച്ചതിന്റെ പേരിലോ ബ്രെയിൻ വാഷ് ചെയ്തതിന്റെ പേരിലോ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടോ ആ വിഷയത്തെ ഉൾപ്പെടുത്തിക്കൊണ്ട് അത് പ്രധാനമായിട്ടും ഈ പറഞ്ഞ പാകിസ്ഥാനൊക്കെയാണ് അതിന്റെ ആളുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ റിലീജിയനോടും അതിന്റെ മതത്തോടു കൂടി അതിലേക്ക് മതത്തെ കൂടി കൊണ്ടുവന്നുകൊണ്ട് അപ്പൊ മതത്തെ കൂടി കൊണ്ടുവരുന്ന സമയത്ത് തങ്ങളുടെ ഈ മതപരമായിട്ടുള്ള ആചാരങ്ങൾക്ക് എതിരായിട്ട് അത് വരും, അല്ലെങ്കിൽ തങ്ങളുടെ ബുർക്ക ധരിക്കുന്നതിന് അതിനെതിരായിട്ട് വരും, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള കാര്യങ്ങൾക്ക് അത് എതിരായിട്ട് വരും എന്നൊക്കെ ഒരു ഭീതി കൂടി അതിൻ്റെ ഉള്ളിലോട്ട് റിലീജിയൻ ഇമോഷണൽ കൂടി അതിലോട്ട് കടത്തിക്കൊണ്ട് ആർട്ടിക്കിൾ 370 ഒരിക്കലും എടുത്തു കളയാൻ പാടില്ല എന്ന രൂപത്തിലൊക്കെ പ്രശ്നങ്ങളായിട്ട് കാലങ്ങളായിട്ട് അവിടെ ഉണ്ടായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. പക്ഷെ ഈ പറയുന്ന നമ്മുടെ ഇപ്പോഴത്തെ NDA ഗവൺമെന്റ് ആ ആർട്ടിക്കിൾ 370 വളരെ സിമ്പിൾ ആയിട്ട് അത് എടുത്തു കളഞ്ഞു. ആ സമയത്ത് വലിയൊരു കോൺട്രവേഴ്സി വലിയൊരു വിഷയം അവിടെ നിലനിന്നിരുന്നു. പക്ഷെ അതിനുശേഷം മെല്ലെ കാര്യങ്ങൾ കാശ്മീരിന്റെ സാമ്പത്തികമായിട്ടുള്ള കാശ്മീരിന്റെ ജനതയുടെ സമാധാനപരമായിട്ടുള്ള ഗ്രാഫ്, അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള പുരോഗതി ഗ്രാഫ്, ടൂറിസം മേഖലയുടെ ഗ്രാഫ് തന്നെ വളരെ നല്ല രൂപത്തിൽ ഉയർന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു നല്ലൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടുവന്നിരുന്നത്. അപ്പൊ ഈ കാഴ്ച അസൂയവാഹമായിട്ട് കണ്ടിരുന്ന ഈ കാഴ്ചയെ അതുപോലെ തന്നെ ഭയപ്പാടോടുകൂടി കണ്ടിരുന്ന ഒരു സമൂഹം ഇന്നും നിലവിലുണ്ട്, ആ ഒരു സാഹചര്യത്തിൽ അവിടെ ഉണ്ട്. അപ്പൊ അത് നമ്മൾ ഒരു ആംഗിളായിട്ട് അവിടെ എടുത്തു വെക്കുക. അങ്ങനെ ഒരു സമൂഹം അവിടെ ഉണ്ട്. അത് പാകിസ്ഥാനികളായിക്കോട്ടെ, ഈ കാശ്മീരിൽ നിൽക്കുന്ന ജനതയിൽപ്പെട്ട ആളുകൾ ആയിക്കോട്ടെ, അത്തരത്തിലൊരു സമൂഹം അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തെ ഒരു ആംഗിൾ എന്ന് പറയുന്നത് ജമ്മു ആൻഡ് കാശ്മീരിന്റെ വിവാദവുമായി ബന്ധപ്പെട്ടിട്ട് പാകിസ്ഥാൻ ജമ്മു കാശ്മീരിന്റെ ഒരു ഭാഗമാണെന്ന് പറയുന്നത്, ഇന്ത്യ ജമ്മു കാശ്മീർ നമ്മുടേതാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ട് വർഷങ്ങളായിട്ട് നടക്കുന്ന ഈ ഒരു ഫൈറ്റിന്റെ ഭാഗം, അതിന്റെ ഒരു വിക്ടിംസ് അല്ലെങ്കിൽ അതിനെ പാകിസ്ഥാൻ ഈ ഇന്ത്യക്കെതിരെ ഉപയോഗിക്കുന്നത് ഈ പറയുന്ന ആർട്ടിക്കിൾ 370 അതുപോലെ തന്നെ ഈ മതപരമായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തീവ്രമായിട്ടുള്ള കാര്യങ്ങളെ മത തീവ്രത ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യക്കെതിരെ പോരാടാൻ വേണ്ടിയിട്ട് ആഹ്വാനം കൊടുക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തീവ്രപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിഗതിയും ആ ഒരു മേഖലയിൽ നിലനിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അത് രണ്ടാമത്തെ ഒരു പോയിന്റ് ആയിട്ട് നമുക്ക് അവിടെ വെക്കാം. ഇനിയാണ് പ്രധാനമായിട്ടുള്ള അവരുടെ പ്ലാനിങ്ങിലോട്ട് വരുന്നത്. അപ്പൊ ഈ സമാധാനപരമായിട്ട് നിലനിൽക്കുന്ന ഈ ഒരു കാശ്മീർ തായ്വരയിൽ ഒരിക്കലും തന്നെ സമാധാനം കിട്ടാൻ പാടില്ല, ഒരിക്കലും തന്നെ ഇത്തരത്തിലുള്ള സമാധാനപരമായിട്ടുള്ള സ്ഥിതിഗതി ഉണ്ടാവാൻ പാടില്ല എന്ന പ്ലാനിങ് ആണ് സത്യത്തിൽ പെഹൽഗാം അറ്റാക്കുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വലിയൊരു അജണ്ട എന്ന് പറയുന്നത്. അപ്പോൾ 4 ആയുധധാരികളായിട്ടുള്ള ആളുകൾ വളരെ കൂളായിട്ട് ഇറങ്ങി വരികയും നമ്മുടെ സഹോദരങ്ങളായിട്ടുള്ള ഏകദേശം 27ഓളം ഹിന്ദു സഹോദരങ്ങളെയാണ് അവർ ടാർഗറ്റ് ചെയ്തത്. ഒരു മുസ്ലിം സഹോദരന്, അവിടുത്തെ ലോക്കൽ സഹോദരന് തന്നെ അവിടെ കൊല്ലപ്പെടുകയുണ്ടായി. അപ്പോൾ ഈ ഹിന്ദു സഹോദരങ്ങളെ ടാർഗറ്റ് ചെയ്തതിന്റെ ഒരു പ്രധാനപ്പെട്ട റീസൺ നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള തോക്കുധാരികൾ ഇറങ്ങി വരുന്നു, അവർ തീവ്രവാദികൾ ഇറങ്ങി വന്ന് നമ്മളെ ആളുകളെ കൊല ചെയ്ത് ആ സ്പോട്ടിൽ തന്നെ അവർ തിരിച്ചു പോകുന്നൊരു സ്ഥിതിയായി. അവിടെ പ്രധാനപ്പെട്ട് നമ്മുടെ ഇന്ത്യയിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ഹൗ ദിസ് ഹാപ്പൻഡ്, ഇതെങ്ങനെ സംഭവിച്ചു, എത്രയോ അധികം സെക്യൂരിറ്റി അല്ലെങ്കിൽ ഇത്രയധികം ഒരു വല്ലാത്തൊരു സാഹചര്യം നിലനിൽക്കുന്ന കാശ്മീർ. ഇന്റലിജൻസ് വിഭാഗത്തിൽ നിന്നൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ചില റിപ്പോർട്ടുകൾ വന്നിരുന്നു. പക്ഷെ അതൊന്നും വകവയ്ക്കാതെ ഇത്തരം ആ ഒരു മേഖലയിൽ കൂടുതൽ സൈന്യത്തെ വിന്യസിക്കാതെ ഈ ഒരു പെഹൽഗാം എന്ന് പറയുന്ന പ്രദേശം ടൂറിസ്റ്റുകൾക്കായി തുറന്നു കൊടുക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. അപ്പൊ അത് മുതലെടുത്തുകൊണ്ട്, അതും അവർ വന്നത് വീക്കെൻഡിലല്ല, പകരം വീക്ക് ഡേ, അത് വർക്കിംഗ് ഡേയ്സിലാണ് ഈ പറയുന്ന തീവ്രവാദികൾ ഇത്തരത്തിലുള്ള സാഹചര്യത്തിന് തെരഞ്ഞെടുത്തത്. അപ്പോൾ വർക്കിംഗ് ഡേയ്സിൽ ലോക്കൽസ് അവിടെ
കൂടുതലായിട്ട് ഉണ്ടാവില്ല. ഈ തൊഴിലാളികൾ മാത്രം, ഈ ടൂറിസം മേഖലയിൽ നിൽക്കുന്ന തൊഴിലാളികൾ മാത്രമേ അവിടെ ഒരു സ്ഥലത്ത് ഉണ്ടാവത്തുള്ളൂ. പക്ഷെ മറ്റു ലോക്കൽസ് എല്ലാം തന്നെ തങ്ങളുടേതായിട്ടുള്ള ജോലികളിൽ മുഴുകിയിരിക്കുന്ന ഒരു സമയം അതിനുവേണ്ടി തിരഞ്ഞെടുത്തു. കാരണം ലോക്കൽസ് അവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ തീവ്രവാദികൾക്കെതിരെ ഒരു വല്ലാത്തൊരു അറ്റാക്ക് അവിടെ ഉണ്ടാവും. കാരണം നമുക്കറിയാം, ലോക്കൽസ് ഒരിക്കലും തന്നെ സമാധാനമല്ലാത്തൊരു സാഹചര്യം ആഗ്രഹിക്കുന്നില്ല. ഈ പറയുന്ന സമൂഹം അവിടെ ഉണ്ട് എന്നുള്ളത് സത്യാവസ്ഥയാണ്. അതായത് കുറച്ച് പേര് ഈ ആർട്ടിക്കിൾ 370 എതിർത്തതിനെയും തങ്ങളുടെ പാകിസ്ഥാനിലോട്ട് ഇത്തരം കാര്യങ്ങൾ പോകണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് എന്നത് ഒഴിച്ചാൽ മെജോറിറ്റി ഓഫ് പീപ്പിൾ, ഏകദേശം 90-95% പീപ്പിൾ അവർ സമാധാനപരമായിട്ടുള്ള സാഹചര്യത്തെയാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ അത്തരം ആളുകൾ ജോലിയിൽ നിൽക്കുന്ന ഒരു ദിവസത്തെയാണ് അവർ തെരഞ്ഞെടുത്തത്. അവരൊന്ന് നമ്മുടെ ആ ഒരു സിറ്റുവേഷൻ ഉണ്ടായി, അവർ തിരിച്ചുപോയി. വല്ലാത്തൊരു കോൺട്രവേഴ്സിയാണ് അവിടെ പിന്നീട് സംഭവിച്ചത്. വളരെയധികം ഭീതി പടർത്തുന്ന രൂപത്തിലുള്ള ഒരു പ്രൊപ്പഗാൻഡ, അവരുടെ അജണ്ടയുടെ അവരുടെ പ്ലാനിങ്ങിലോട്ട് നമ്മൾ കിടക്കുന്നത്. ആ പ്ലാനിങ് എന്ന് പറയുന്നത് കാശ്മീരിൽ അല്ലെങ്കിൽ ഇന്റേണലി ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുക, ഹിന്ദു മുസ്ലിം എന്ന് പറയുന്ന ഒരു വിഭാഗീയത കൊണ്ടുവരിക. ഇവർ ഐക്യത്തിലായി കഴിഞ്ഞാൽ ഇന്ത്യയെ തകർക്കാൻ ഒരു ശക്തിക്കും ഇന്ന് ലോകത്ത് സാധിക്കില്ല എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യം. പക്ഷെ ആ ഐക്യത്തെ ഇല്ലായ്മ ചെയ്യാൻ പലരും പലപ്പോഴായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതിന്റെ ഏറ്റവും പീക്ക് ലെവലിലോട്ട്, അതായത് അതിന്റെ ഏറ്റവും മാസ്റ്റർ ബ്രെയിൻ ആയിട്ടുള്ള ഒരു സംവിധാനമാണ് പെഹൽഗാമിൽ സംഭവിച്ചിട്ടുള്ളത്. കൊല ചെയ്യപ്പെടുന്നതിന് മുന്നേ നമ്മുടെ സഹോദരങ്ങളോട് ചോദിച്ചു, നിങ്ങൾ ഹിന്ദുവാണോ മുസ്ലിമാണോ? ഹിന്ദുവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് അവർ നിറയിക്കുന്നത്. അങ്ങനെ ഒരു റിപ്പോർട്ട് നമ്മൾ കാണാനിടയായി. അപ്പൊ ആ റിപ്പോർട്ടാണ് ഈ ഒരു ഇൻസിഡന്റിന് ശേഷം പെട്ടെന്ന് എന്തായത് സ്പ്രെഡായി. അത്തരത്തിൽ റിപ്പോർട്ട് പെട്ടെന്ന് സ്പ്രെഡാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പെട്ടെന്ന് ആ ഒരു കാര്യത്തെ സ്പ്രെഡായതിന് വളരെയധികം അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ നമ്മുടെ നാടുകളിലൊക്കെ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഹിന്ദു മുസ്ലിം എന്ന് പറയുന്ന ഒരു സംഘർഷാവസ്ഥ പല മേഖലകളിലും നിലനിൽക്കുന്നുണ്ടെന്ന് അവർക്കറിയാം. അവരെല്ലാവരും സോഷ്യൽ മീഡിയ കാണുന്ന ആൾക്കാരാണ്, അതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഓക്കെ, ഇതിന് ഉദാഹരണം, ഇത് ശരിക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ട് നമുക്ക് മറ്റൊരു കാര്യത്തെ, ഇതിന് മുന്നേ ഉണ്ടായിട്ടുള്ള ഒരു കോൺട്രവേഴ്സി ഒരു കാര്യത്തിൽ നമുക്ക് പരിശോധിച്ച് നോക്കാം. എമ്പുരാൻ സിനിമ ഇറങ്ങിയ സമയത്ത്, എമ്പുരാൻ സിനിമ ഇറങ്ങിയത് ഏകദേശം റമദാൻ 27-നാണ് എമ്പുരാൻ സിനിമ റിലീസാവുന്നത്. അപ്പൊ എമ്പുരാൻ മാർക്കറ്റിംഗ് ടീമിന്റെ ബിഗ് ആയിട്ടുള്ള ഒരു എയിം എന്ന് പറയുന്നത്, അല്ലാതെ അവരുടെ എയിം എന്ന് പറയുന്നത് എന്തായാലും ഈ സിനിമ ടോപ്പ് ലെവലിൽ വിജയിപ്പിച്ചെടുക്കണം. അപ്പൊ ഞാൻ മനസ്സിലാക്കിയ അടിസ്ഥാനത്തിൽ അതിന് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം അവർ തെരഞ്ഞെടുത്തതും ഈ ഒരു സംഭവം തന്നെയാണ്, ഹിന്ദു മുസ്ലിം എന്ന് പറയുന്ന ഒരു കാര്യത്തെ തന്നെയാണ്. അപ്പൊ അത് എങ്ങനെയാണ് വിജയത്തിലോട്ട് എത്തിയതെന്ന് നമുക്ക് നോക്കാം. ആ ഒരു മാറ്റർ, ആ ഒരു മാർക്കറ്റിംഗ് തന്ത്രം അല്ലെങ്കിൽ ബിസിനസ് തന്ത്രം അവർ വിജയിപ്പിച്ചെടുത്തതിന്റെ റീസൺ നമ്മളൊരു ബാക്കെൻഡ് പരിശോധിക്കുകയാണെങ്കിൽ, റമദാൻ 27-ന് റിലീസ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ട്. അപ്പൊ റമദാൻ ആയതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് മുസ്ലിം സഹോദരങ്ങൾ ഈ ഒരു ഫിലിം കാണുന്നതിൽ നിന്ന് കൂടുതലായിട്ട് വിട്ടു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. റമദാന്റെ ശേഷം കാണാമെന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ തുടക്ക സമയത്ത് വന്നിരുന്ന, അന്ന് റിലീസ് ചെയ്തതിന് ശേഷം വന്നിരുന്ന റിവ്യൂസ് എന്ന് പറയുന്നത് വളരെ നോർമലായിട്ട് ഒരു സിനിമയെ എങ്ങനെയാണോ റിവ്യൂ ചെയ്യേണ്ടത് ആ രൂപത്തിൽ മാത്രമായിരുന്നു അന്നത്തെ റിവ്യൂസ് എല്ലാം തന്നെ വന്നിരുന്നത്. സിനിമ അത്ര ഹൈപ്പിലോട്ട് പോയിട്ടില്ല, പറഞ്ഞ ലൂസിഫറിന്റെ അത്ര രൂപത്തിലോട്ട് എത്തിയിട്ടില്ല, നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലത്തെ കാര്യങ്ങൾ കിട്ടിയില്ല. ഫാൻ ഷോ ഒക്കെ കഴിഞ്ഞതിന് ശേഷം വന്നിരുന്ന ഒരു റിവ്യൂ എന്ന് പറയുന്നത് ആ രൂപത്തിലായിരുന്നു. എബ്രാം ഖുറൈഷിയുടെ എൻട്രിയും കാര്യങ്ങളൊക്കെ പക്കയായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു ഫസ്റ്റ് ഇംപ്രഷൻ? കൊള്ളാം, ഇതുവരെ ഗംഭീരമായിട്ടുണ്ട്. പിന്നെ ഇന്റർവെല്ലിൽ കിട്ടില്ല ഒരു പോയിന്റിൽ നിർത്തിയേക്കുന്നത്. അപ്പം എക്സൈറ്റഡ് ആണ്. കൊടുത്ത ഹൈപ്പിനുള്ള എല്ലാം പീക്ക് മൊത്തത്തിൽ പറയാനാണ് എങ്ങനെയാണ് സ്റ്റോറി ലൈനും കാര്യങ്ങളൊക്കെ? നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇനി ഫസ്റ്റ് ഹാഫ് ആയിട്ടുള്ളൂ, അപ്പൊ ഇനി നമുക്ക് ഫുൾ ആയിട്ട് പറയാൻ പറ്റും. ഓക്കെ, ആ ഒരു ബ്രഹ്മാണ്ഡ സംഭവം ഫീൽ ചെയ്തു. എല്ലാം മേക്കിംഗ് ആയാലും എല്ലാം കിട്ടില്ലായിട്ടുണ്ട്. ലാലേട്ടന്റെ എൻട്രി കാര്യങ്ങളൊക്കെ. അപ്പൊ റമദാൻ കഴിയാൻ ഇനി 3 ദിവസം കൂടി മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ മാക്സിമം ഹിന്ദു സഹോദരങ്ങളായിട്ടുള്ള ആളുകളൊക്കെ തന്നെ ഈ ഒരു പീക്ക് ടൈമിൽ എന്ത് ചെയ്യും, ഒരു 3-4 ദിവസത്തിനുള്ളിൽ മാക്സിമം ആളുകൾ അത് കാണാനിടയാവും. അപ്പോൾ ആ ഒരു സമയത്ത് വന്നിരുന്ന റിവ്യൂ റമദാനിന് ശേഷം അല്ലെങ്കിൽ റമദാൻ പെരുന്നാളോട് അടുത്ത് നിൽക്കുന്ന ആ ഒരു സമയം ആവുമ്പോഴേക്ക് 1-2-3 ദിവസത്തിന്റെ ശേഷം കാര്യങ്ങൾ മാറി മറിയുകയാണ്. എങ്ങനെയാണ് ചൊടിപ്പിച്ചത്? സിനിമയ്ക്ക് ലഭിച്ച നല്ല പ്രതികരണങ്ങൾക്ക് പ്രേക്ഷകരോട് നന്ദി പറഞ്ഞെത്തിയ പൃഥ്വിരാജിന്റെ പോസ്റ്റിന് കീഴിലും ഇത്തരക്കാർ കമന്റുമായിട്ട് എത്തിയിട്ടുണ്ട്. പോപ്പുലർ ഫ്രണ്ടിന് വേണ്ടി എടുത്ത സിനിമയാണെന്നും ഗുജറാത്ത് കലാപത്തിൽ വെന്തു മരിച്ച പിന്നീട് പെട്ടെന്നൊരു വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ട പോലെ ഒരു സംഭവം ഉണ്ടാവുകയാണ്. അതായത് നമ്മുടെ ഗോദ്ര ഒരു പാട്ട് അതിൽ കാണിക്കുന്നുണ്ട്, തീവെപ്പുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള ഒരു പാട്ട്. ശേഷം ഉണ്ടായിട്ടുള്ള കൊലപാതകങ്ങളൊക്കെ തന്നെ അതിൽ കാണിക്കുന്നുണ്ട്. ഒരു പാർട്ടായിട്ട് അതിന്റെ മറ്റൊരു കഥാപാത്രങ്ങളായിട്ട് അതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ വിഷയത്തെ, ആ റിയൽ ഫാക്റ്റായിട്ട് നമ്മുടെ നാട്ടിൽ നടന്നിട്ടുള്ള ആ ഒരു വിഷയത്തെ
അതിൽ കാണിച്ചത് ഒരു വിഭാഗത്തെ മാത്രമേ നിങ്ങൾ കാണിച്ചിട്ടുള്ളൂ എന്ന രൂപത്തിലോട്ട് BJP അല്ലെങ്കിൽ ഈ സംഘപരിവാർ ആളുകൾ എന്ത് ചെയ്യാണ്, അതിനെ ഏറ്റെടുക്കുകയാണ്. അപ്പൊ അത് അവരിലോട്ട് ടൂളായിട്ട് കൊടുത്തതും ഈ പറയുന്ന മാർക്കറ്റിംഗ് ടീമാണ്. ഇങ്ങനെ ഒരു സംഭവം അതിൻ്റെ ഉള്ളിലുണ്ട് എന്ന രൂപത്തിലൂടെ കാര്യങ്ങൾ കൊടുത്തതും ഈ മാർക്കറ്റിംഗ് ടീമായിരിക്കണം. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് അതങ്ങ് ഫയറിലോട്ട് കയറി. അപ്പോൾ നമ്മുടെ മേജർ റിവിഷാറൊക്കെ തന്നെ ഈ പറയുന്ന ആ റിവ്യൂ ആദ്യം പറഞ്ഞ രൂപത്തിലല്ല പിന്നീട് പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ അത്തരത്തിലുള്ള ഒരു അവരുടെ ഫീലിങ്സിനെ ഹേർട്ട് ചെയ്ത് ഇതിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള റിവ്യൂസാണ് പിന്നീട് വരുന്നത്. അപ്പോൾ സംഘപരിവാർ പ്രത്യയശാസ്ത്രത്തിൽ, ഈ ഹിന്ദുത്വ ഒരു പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ആ നമ്മുടെ സഹോദരങ്ങൾക്ക് അത് ഫീൽ ചെയ്തു, അല്ലെങ്കിൽ ആ ഫീലിങ്സ് എന്ന് പറയുന്നത് വളരെയധികം ആവേശകരമായിട്ട്, വളരെയധികം വികാരപരമായിട്ട് അവർ അതിനെ ഏറ്റെടുത്തുകൊണ്ട് അതിനെതിരെ ഭയങ്കരമായിട്ട് ബോയ്ക്കോട്ട് അല്ലെങ്കിൽ ഈ പൃഥ്വിരാജിനെതിരെ അല്ലെങ്കിൽ മറ്റു തരത്തിലൊക്കെ തന്നെ അതിനെതിരെ വന്നത് മൊത്തത്തിൽ രാജ്യത്ത് മൊത്തം ചർച്ചയാകുന്ന രൂപത്തിലോട്ട് കാര്യങ്ങൾ വന്നു. അതായത് ആ മാർക്കറ്റിംഗ് ടീം എന്താണോ ഉദ്ദേശിച്ചത്, എമ്പുരാൻ സിനിമയുടെ മാർക്കറ്റിംഗ് ടീം എന്താണോ ഉദ്ദേശിച്ചത് അത് അതുപോലെ തന്നെ വന്നു. അത് ഏറ്റെടുത്തത് ഈ പറയുന്ന സംഘപരിവാർ ആളുകളാണ്. അപ്പൊ അവർ അറിഞ്ഞോ അറിയാതോ അത് ഏറ്റെടുത്തു. അത് ഈ സമൂഹത്തിന്റെ ഇടയിൽ ആ ഒരു രൂപത്തിലോട്ട് കാര്യങ്ങൾ മാറി. ഹിന്ദു മുസ്ലിം എന്ന രൂപത്തിലോട്ട് അത് വന്നു. കൂടുതലായിട്ട് പെരുന്നാളിന് ശേഷം കൂടുതലായിട്ട് മുസ്ലിം ആളുകൾ എന്തായി ഈ ഒരു സിനിമയെ കാണാനുള്ള ഒരു സാഹചര്യം വഴിയൊരുക്കി. അതുപോലെ തന്നെ സംഘപരിവാർ പ്രത്യയശാസ്ത്രത്തെ അല്ലെങ്കിൽ പറയുന്ന ആളുകളെ അംഗീകരിക്കാത്ത ആളുകളും ഈ ഒരു സിനിമ കാണണം. ആദ്യത്തെ റിവ്യൂ കണ്ടു കഴിഞ്ഞാൽ നമുക്കത് കാണണമെന്ന് തോന്നത്തില്ല. പക്ഷെ പിന്നീട് വന്ന ഈ കാര്യങ്ങളെ കൊണ്ട് തീർച്ചയായിട്ടും അത് കാണണം. അത് ആ എഡിറ്റ് ചെയ്യുന്നതിന് മുന്നേ നിർബന്ധമായിട്ടും കാണണം എന്ന രൂപത്തിലോട്ടൊക്കെ പല പോസ്റ്റുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കാണാൻ വേണ്ടി കൂടുതലായിട്ട് ആളുകൾക്ക് ഭയങ്കര ഹൗസ്ഫുൾ ആയിരുന്നു. എല്ലാ ദിവസത്തെ ഷോ എന്ന് പറയുന്നത് ഹൗസ്ഫുൾ ആയിരുന്നു. അപ്പോൾ ആ കട്ട് ചെയ്ത ഭാഗം അവർ ഓൾറെഡി ഗവൺമെന്റോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ അവരോട് അത്ര രൂപത്തിലൊന്നും കട്ട് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ അവർ ഒരു 2 മിനിറ്റ്സോളം ഭാഗം കട്ട് ചെയ്യുകയാണ്. അപ്പൊ അതൊക്കെ പ്രീ പ്ലാൻഡ് ആയിട്ട് ബിസിനസിന്റെ തന്ത്രങ്ങളായിട്ട് അവർ എടുത്തു വെച്ച കാര്യങ്ങളായിരിക്കാം. അപ്പൊ അത്തരം കാര്യങ്ങൾ വരുമെന്നും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കിത് ചെയ്യാമെന്ന രൂപത്തിലൊക്കെ പ്രീ പ്ലാൻഡ് ആയിരുന്നത്. അതാണ് ആ മാർക്കറ്റിംഗ് ടീമും ശേഷം ആ പടം ഏകദേശം 1 കോടിയുടെ അടുത്തോട്ട് വിജയത്തിലോട്ട് എത്തുകയും ചെയ്തു. അപ്പൊ ഈ അതിന്റെ ഒരു സെയിം ആംഗിൾ ആ ഒരു കാര്യത്തിലോട്ട് ആ ഒരു മാർക്കറ്റിംഗ് എമ്പുരാൻ സിനിമയുടെ മാർക്കറ്റിംഗ് ടീം ഉദ്ദേശിച്ച കാര്യം വിജയത്തിലോട്ട് എത്തിയതിന്റെ പ്രധാനമായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അവർ ഉദ്ദേശിച്ചതിനെ, അവർ പ്ലാൻ ചെയ്തതിനെ നമ്മൾ ഏറ്റെടുത്തു, അത് സമൂഹത്തിൽ അത് വിജയകരമായിട്ട് നടന്നു എന്നതായിരുന്നു പ്രധാനപ്പെട്ട കാര്യം. സെയിം കാര്യം പെഹൽഗാമിലോട്ട് കൊണ്ടുവരികയാണെങ്കിൽ ആ എമ്പുരാൻ സിനിമയുടെ വിജയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സാധനം നമ്മൾ ഈ പെഹൽഗാമിലോട്ട് കൊണ്ടുവരികയാണെങ്കിൽ ഇന്നത്തെ സാഹചര്യം എന്ന് പറയുന്നത് മുസ്ലിം ഹിന്ദു എന്ന രൂപത്തിലോട്ട് പല സ്റ്റേറ്റുകളിലും, ഇപ്പൊ നമ്മുടെ കേരളത്തിലൊന്നും ഒരിക്കലും അത്തരം സംവിധാനം കൊണ്ടുവരാൻ സാധിക്കത്തില്ല. പക്ഷെ പല സ്റ്റേറ്റുകളിലും ആ ഒരു സാഹചര്യത്തെ വിജയകരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ, ഏറ്റെടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ. ആ പെഹൽഗാം ഭീകരവാദികളോ അല്ലെങ്കിൽ ഈ പറയുന്ന പാകിസ്ഥാൻ നമ്മുടെ ശത്രുരാജ്യമോ ഈ ഒരു വിഷയം എങ്ങനെയാണോ നമുക്കിടയിലോട്ട് തന്നത്, എന്തിനു വേണ്ടിയിട്ടാണോ നമുക്കിടയിലോട്ട് ഉണ്ടാക്കിയത്, അതിനുവേണ്ടി നമ്മുടെ 27ഓളം സഹോദരങ്ങളെ കൊലപ്പെടുത്തുകയും ചെയ്തു. വളരെ ഹീനമായിട്ടുള്ള ഒരു പ്രവൃത്തി അവർ ചെയ്തുകൊണ്ട് ഇത്തരം നമ്മുടെ രാജ്യത്തിന്റെ ഇന്റേണൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ, അതുപോലെ തന്നെ പ്രധാനമായിട്ടും ജമ്മു കാശ്മീരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സമാധാനപരമായിട്ടുള്ള സിറ്റുവേഷൻ ഇല്ലാതാക്കാനും അതിന്റെ ഉള്ളിലോട്ട് മതത്തെ കടത്തിവിട്ടുകൊണ്ട് വീണ്ടും പഴയ രൂപത്തിലോട്ട് കാര്യങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി ചെയ്തിട്ടുള്ള ഒരു പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ക്യാപ്സൂൾ അത് ഏറ്റെടുത്ത് നടത്തുന്ന ഒരുപാട് ആളുകൾ ഇപ്പൊ നമുക്ക് കാണാൻ പറ്റും. പ്രധാനമായിട്ടും മത തീവ്രവാദികൾ എന്ന് വേണമെങ്കിൽ നമുക്ക് അവർ വിളിക്കാം. അത് മുസ്ലിങ്ങളിൽപ്പെട്ട ആളുകളുണ്ട്, ഹിന്ദുക്കളിൽപ്പെട്ട ആളുകളുണ്ട്. തീവ്ര മതവികാരം എന്ന് പറയുന്നത് അത് എങ്ങനെയായാലും ടെററിസത്തിലോട്ട് കടക്കും. ഈ വാട്ട് ഈസ് ടെററിസം എന്ന് നോക്കുകയാണെങ്കിൽ ഹീനമായ പ്രവർത്തികൾ ചെയ്യുന്ന എല്ലാ തരം കാര്യങ്ങളും, ഒരു രാജ്യത്തിന്റെ ആയിക്കോട്ടെ ഒരു സമൂഹത്തിന്റെ ആയിക്കോട്ടെ, അവരുടെ സമാധാനത്തെ ഇല്ലാതാക്കുന്ന രൂപത്തിൽ ഹീനമായിട്ട് ചെയ്യുന്ന എല്ലാ പ്രവർത്തികളും ആര് ചെയ്യുകയാണെങ്കിൽ അതിനൊക്കെ നമുക്ക് ടെററിസം എന്ന് വിളിക്കാം. അപ്പോൾ അത് മതത്തിന്റെ ലേബലിലാണെങ്കിൽ മത തീവ്രവാദം എന്ന രൂപത്തിലോട്ട് അത് വരും. അപ്പോൾ ജയ് ശ്രീറാം എന്ന് വിളിച്ചുകൊണ്ട് ഒരാളെ കൊല്ലുകയാണെങ്കിൽ അത് മത തീവ്രവാദമായിട്ട് കണക്കാക്കാൻ പറ്റുന്ന രൂപത്തിലോട്ട് കാര്യങ്ങൾ വരും. അതുപോലെ അല്ലാഹു അക്ബർ എന്ന രൂപത്തിൽ വിളിച്ചുകൊണ്ട് ഒരാളെ കൊല്ലുകയാണെങ്കിൽ അതും മത തീവ്രവാദമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. രണ്ടും ഒരേ തട്ടിൽ നിൽക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ആ ഒരു സംഭവം ഈ നമ്മുടെ രാജ്യത്ത് ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ചിട്ടുള്ള ഒരു പ്ലാൻ അറ്റാക്കായിരുന്നു പെഹൽഗാം അറ്റാക്ക് എന്ന് പറയുന്നത്. പക്ഷെ പാകിസ്ഥാൻ ചെറിയൊരു പണി കിട്ടി. നമ്മുടെ രാജ്യത്ത് നമ്മുടെ ഗവൺമെന്റ് പെട്ടെന്ന് തന്നെ മറ്റു രൂപത്തിലോട്ട് അവരുദ്ദേശിച്ച കാര്യം
ഈ പറയുന്ന മിത്രങ്ങൾക്കിടയിൽ നടന്നിട്ടുണ്ടെങ്കിലും വലിയൊരു പീക്ക് ലെവലിലോട്ട് പോയിട്ടില്ല എന്നുള്ളത് നമുക്ക് അതൊരു കൺട്രോൾഡ് ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ പല സ്ഥലങ്ങളിലും ചെറിയ ചെറിയ ഒറ്റപ്പെട്ട കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതിനപ്പുറത്തോട്ട് നമ്മുടെ ഗവൺമെന്റ് ചെയ്ത വളരെ ബുദ്ധിപരമായിട്ടുള്ള കാര്യം, സിന്ധു നദീ ജല കരാർ അവിടെ റദ്ദാക്കിയുണ്ടായി. നമ്മുടെ ഗവൺമെന്റിനോട് നമുക്ക് നമ്മുടെ റിക്വസ്റ്റ് എന്ന് പറയും, നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്ന ഓരോ പൗരന്റെയും റിക്വസ്റ്റ് അല്ലെങ്കിൽ അവരോട് പറയാനുള്ളത്, വേർ ഇസ് അവർ സെക്യൂരിറ്റി? ഞങ്ങളുടെ സെക്യൂരിറ്റിക്ക് എന്ത് സംഭവിച്ചു? ഞങ്ങളുടെ സെക്യൂരിറ്റി നിങ്ങൾക്ക് ഉറപ്പ് തരാൻ പറ്റുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ ഇനി ചെയ്യാൻ പോകുന്നത് എന്താണ്? ഓക്കെ, സംഭവിച്ചു. പക്ഷെ അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ നിങ്ങളിലോട്ട് തീർച്ചയായിട്ടും വരും. എങ്ങനെ അത് സംഭവിച്ചു? ഏകദേശം 2-2.5 മണിക്കൂറിന് ശേഷമാണ് ഈ പറയുന്ന സൈന്യം അവിടെ എത്തുന്നത്. 2 മണിക്കൂർ മുന്നേ എത്തുകയാണെങ്കിൽ എന്റെ സഹോദരനെ രക്ഷിക്കാമെന്ന് പറയുന്ന നമ്മുടെ സഹോദരിയുടെ വീഡിയോ കാണാനിടയായി. നമ്മുടെ കേരളത്തിൽ നമ്മുടെ ഒരു സഹോദരൻ അവിടെ കൊല്ലപ്പെടുകയുണ്ടായി. അദ്ദേഹത്തിന്റെ മകൾ പറഞ്ഞു, എനിക്ക് എന്റെ അച്ഛൻ നഷ്ടപ്പെട്ടു, പക്ഷെ എനിക്ക് എന്റെ കാശ്മീരിൽ 2 സഹോദരങ്ങളെ ലഭിച്ചു എന്ന രൂപത്തിലുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ ലോക്കൽസ് ഒരിക്കലും തന്നെ ഈ ഒരു സംഭവത്തെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളല്ല. പകരം അവർ ആഗ്രഹിക്കുന്ന സമാധാനപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രീ പ്ലാൻഡ് ആയിട്ട് ചെയ്ത ഈ പെഹൽഗാം അറ്റാക്ക് അവരുടെ ക്യാപ്സൂളിനെ ഏറ്റെടുത്തുകൊണ്ട് നമ്മൾക്കിടയിൽ, നമ്മുടെ യൂണിറ്റിക്കിടയിൽ, നമ്മുടെ ഐക്യം തകർക്കാൻ വേണ്ടി നമ്മുടെ ഉള്ളിൽ തന്നെ പെടുന്ന മതതീവ്രമായിട്ടുള്ള ആളുകൾ, മതതീവ്രവാദികൾ ഹിന്ദു മുസ്ലിം എന്ന പേരിൽ അടിയുണ്ടാക്കുന്ന, ഹിന്ദു മുസ്ലിം എന്ന പേരിൽ പോസ്റ്ററുകൾ ഇറക്കുന്ന, ഹിന്ദു മുസ്ലിം എന്ന പേരിൽ സോഷ്യൽ മീഡിയയിൽ ഫൈറ്റ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട്? നമ്മൾ വി ആർ ഇന്ത്യൻസ് എന്ന ലാബിലോട്ട് വരണം. വി ആർ ഇന്ത്യൻസ്, ഭാരതീയ ഏക്ത സിന്ദാബാദ് അല്ലെങ്കിൽ ഭാരതീയ ഐക്യം സിന്ദാബാദ് എന്ന് പറയുന്ന ഒരു യൂണിറ്റിയിലോട്ട് നമ്മൾ വരണം. അപ്പോൾ പെഹൽഗാം അറ്റാക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇത്തരം കാര്യങ്ങളിലൂടെ അതിലോട്ട് ആഡ് ചെയ്യണം. അവരുടെ അജണ്ട, അവരുടെ മാർക്കറ്റിംഗ്, അവരുടെ അജണ്ട ഇതായിരുന്നു. ആ അജണ്ട ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ ആരും തന്നെ മുന്നോട്ട് പോകാതിരിക്കുക. പകരം അവരെന്താണോ ഉദ്ദേശിച്ചത് അതിന്റെ ഓപ്പോസിറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ മറുപടി കൊടുക്കുക. അവരുദ്ദേശിച്ചത് ഹിന്ദു മുസ്ലിം ഇവിടെ അടിക്കുന്നു, ഫൈറ്റ് ചെയ്യുന്നു, ഇന്ത്യയിലാകെ സമാധാനക്കേടാവുന്നു എന്ന കാര്യമാണ് അവർ ചിന്തിച്ചതെങ്കിൽ അവർക്ക് തെറ്റി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷെ ചിലയിടങ്ങളിലൊക്കെ തന്നെ അതിനുശേഷം കുറേ കാര്യങ്ങൾ വേഴ്സ് ആയിട്ട് വന്നിട്ടുണ്ട്. പല ഏരിയകളിലും ഇത്തരത്തിലുള്ള ഹിന്ദു മുസ്ലിം എന്ന് പറയുന്ന പേരിൽ അല്ലെങ്കിൽ മത തീവ്രവാദപരമായിട്ടുള്ള ചിന്തിക്കുന്ന ആളുകൾ അതിനെ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം. അപ്പൊ അതാണ് എമ്പുരാനിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. അവർ അതിൽ വിജയിച്ചു. ഇനി പെഹൽഗാം അറ്റാക്കുമായി ബന്ധപ്പെട്ട് അവർ പ്ലാൻ ചെയ്ത് ഇതിനെ വിജയിപ്പിച്ച് കൊടുക്കാതിരിക്കുക, അത്തരത്തിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ഒന്നും നമുക്കിടയിൽ ഇല്ല എന്ന രൂപത്തിൽ വി ആർ ബായ് എന്ന രൂപത്തിലോട്ട് കാര്യങ്ങൾ കൊണ്ടുവരിക. നമ്മൾ ഐക്യത്തോടെ നിൽക്കുന്ന സമയത്ത് നമ്മളെ തകർക്കാൻ ഒരു ശക്തിക്കും തന്നെ സാധിക്കത്തില്ല. രാഷ്ട്രീയപരമായിട്ട് നിലവിൽ നിൽക്കുന്ന സർക്കാരിന് വികസനപരമായിട്ടുള്ള കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ആളുകൾ അതിനെ ഏറ്റെടുക്കും. പക്ഷെ അവിടെയാണ് ഈ സേഫ്റ്റി എന്ന് പറയുന്ന ഒരു ആംഗിളിലോട്ട് ഈ ഗവൺമെന്റിന് പരാജയം സംഭവിച്ചോ എന്നൊരു ചോദ്യം, എന്നൊരു ആശങ്ക നമുക്ക് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. കാരണം അത്രയും സിമ്പിളായിട്ട് ഏകദേശം നമ്മുടെ സഹോദരങ്ങൾ അവർ കൊല ചെയ്തു പോയി. ഇതുവരെയായിട്ട് അത്തരത്തിലുള്ളൊരു ബാക്ക് അവർക്ക് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അവർ കാര്യങ്ങളൊക്കെ നമുക്കറിയാം, ഈ പറയുന്ന ഈ സൈന്യത്തിന് അറിയാവുന്ന കാര്യങ്ങളായിരിക്കും. പക്ഷെ എന്റെ ഒരു കാഴ്ചപ്പാടിൽ ഒരിക്കലും തന്നെ ആ ഒരു 4 പേരെ തിരിച്ചടിച്ച് അവരെ കൊന്നാൽ നമ്മളെ പ്രശ്നം തീരുമെന്ന് തോന്നില്ല. ഈ പറയുന്ന നമ്മൾ ഉന്നയിച്ചിരിക്കുന്ന, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സേഫ്റ്റി, 100% ഗ്യാരണ്ടീഡ് സേഫ്റ്റി ഫ്രം അവർ ഗവൺമെന്റ്, അത് നമുക്ക് തിരിച്ചു തരാൻ ഈ ഗവൺമെന്റ് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ അത് ഏത് ഗവൺമെന്റ് ആണ് ഭരിക്കുന്നത്, ആ ഗവൺമെന്റ് നമുക്ക് തരേണ്ട പ്രൊട്ടക്ഷനാണ്. അത് ആരാണോ എന്ന് നോക്കിയിട്ട് ഒരിക്കലും നമ്മൾ അതിനെ വിലയിരുത്താൻ പാടില്ല. അവിടെ എത്തിക്കഴിഞ്ഞാൽ ദേ ആർ അവർ പ്രൈം മിനിസ്റ്റർ, അവർ നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആണ്. അവർ തരേണ്ട കാര്യങ്ങൾ നമുക്ക് തരേണ്ടതാണ്. ആ ഗവൺമെന്റ് നമുക്ക് ഓരോ വ്യക്തികൾക്കും, ഓരോ സിറ്റിസനും തരേണ്ട കാര്യങ്ങളെല്ലാം തന്നെ പ്രൊട്ടക്ഷൻ ആയിക്കോട്ടെ, മൗലിക അവകാശങ്ങളായിക്കോട്ടെ, സ്വാതന്ത്ര്യമായിക്കോട്ടെ, മറ്റു തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും തുല്യമായ രീതിയിൽ നമുക്ക് കിട്ടേണ്ടതായിട്ടുണ്ട്. അവിടെ ഹിന്ദു മുസ്ലിം എന്നൊരു വേർതിരിവ് ഒരിക്കലും അത്ര ഉണ്ടാവാൻ പാടില്ല. എന്തായാലും ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അവരുടെ പ്ലാനിങ്ങിനെ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാതിരിക്കുക, നമ്മുടെ ഐക്യത്തെ കൂടുതലായിട്ട് ഉറപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ അതിലോട്ട് മുന്നോട്ട് കൊണ്ടുവരിക, പാകിസ്ഥാനെതിരായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതിന് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ തകർച്ചയാണ്. ഒരിക്കലും തന്നെ നമ്മൾ സമ്മതിച്ചു കൊടുക്കില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന മാറ്ററാണ്. ഒരു യുദ്ധം എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ പല കാര്യങ്ങളും അത് നോക്കേണ്ടതായിട്ടുണ്ട്. ഒരു സമാധാനത്തിൽ ഒരു രാജ്യത്തുള്ള ഒരുപാട് ഇന്നസെന്റ് പീപ്പിൾസ് അതിനെ എഫക്റ്റഡ് ആവുന്നുള്ളതും നമുക്കറിയാം. അപ്പൊ യുദ്ധം എന്നതിനപ്പുറത്തോട്ട് തടസ്സപ്പെടുത്തുക എന്ന് പറയും. അവരുടെ ആ രാജ്യത്തിലോട്ട് കടക്കുന്ന എല്ലാ മേഖലയും അടച്ചിടുന്ന രൂപത്തിലോട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇന്ത്യ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ഇന്ത്യ സൈന്യത്തിന് കൂടുതലായിട്ട് പവർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തും ചെയ്യാം എന്ന രൂപത്തിലോട്ടുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് കണ്ടറിയാം. ഇന്നസെന്റ് ആയിട്ടുള്ള ആളുകളെ ഒരിക്കലും തന്നെ ഉപദ്രവിക്കാതിരിക്കുക. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഐക്യം എന്ന് നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അനൈക്യത്തോടു കൂടി മുന്നോട്ട് പോകുമ്പോൾ മറ്റുള്ളവർക്ക് പെട്ടെന്ന് വന്ന് അറ്റാക്ക് ചെയ്യാൻ സിമ്പിളായിട്ട് പറ്റും.
നമുക്കെതിരെ വരുന്ന അറ്റാക്കിനെ നമ്മൾ പാകിസ്ഥാൻ ഇന്ത്യ എന്ന രൂപത്തിലോട്ട് കാണുക, മറ്റ് ഇന്റേണൽ കോൺഫ്ലിക്റ്റുകൾ ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ ഐക്യത്തെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. എല്ലാ ആളുകൾക്കും നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു സോ മച്ച്.